നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വർഷാവസാനത്തോടെ RBI പലിശ നിരക്ക് കുറച്ചേക്കും. GST പരിഷ്കാരങ്ങൾ വായ്പാ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. മ്യൂച്വൽ ഫണ്ടുകളുടെ IPO നിക്ഷേപത്തിൽ വർധന. ഈ വർഷം മ്യൂച്വൽ ഫണ്ടുകൾ 23,000 കോടി രൂപയാണ് IPOകളിൽ നിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ധനകാര്യ ബാങ്കിംഗ് മേഖലയിൽ 50,000 കോടിയുടെ വിദേശ നിക്ഷേപം വരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള ആഗോള ആത്മവിശ്വാസം വർദ്ധിച്ചെന്ന് പീയൂഷ് ഗോയൽ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്കുള്ള തീരുവ ഇനിയും ഉയർത്തുമെന്ന് ട്രംപ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ലെന്ന് മോദി ഉറപ്പ് നൽകിയെന്നും വാദം. ഇന്ത്യ യൂറോപ്പ് യൂണിയൻ വ്യാപാര ചർച്ചകൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ അവസരങ്ങൾ രാജ്യമാണെന്നും യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 411 പോയിന്റ് ഉയർന്ന് 84,363-ലും നിഫ്റ്റി 133 പോയിന്റ് ഉയർന്ന് 25,843-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി മുഹമ്മദ് സഫാൻ ചേരുന്നു. സഫാൻ, എന്തൊക്കെയാണ് ഇന്നത്തെ വിശദാംശങ്ങൾ? അതെ, ഇന്ന് ദീപാവലി ധമാക്കയായി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും 0.5% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. നിഫ്റ്റി ഏകദേശം 0.52% മുന്നേറ്റത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഹയർ ലെവലിൽ റിജക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻ ആണ് നിഫ്റ്റിയിൽ ഇന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും തന്നെ 0.55% മുന്നേറ്റം. ഹയർ ലെവലിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സെൽ ഓഫ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു മുന്നേറ്റത്തിലാണ് ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കീ ഹൈലൈറ്റ് റിസൾട്ടിനെ തുടർന്ന് നല്ലൊരു മുന്നേറ്റത്തിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3.52% എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ആണ് റിലയൻസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. റീസെന്റ് 8 ഒക്ടോബറിൽ ഒരു പ്രൈസ് കോൺട്രാക്ഷൻ ക്യാൻഡിൽ ഫോർമേഷന് ശേഷം 1389 എന്ന ഹഡിൽ ബ്രേക്ക് ചെയ്ത് അതിനുശേഷം ഇന്ന് 1442 എന്ന മറ്റൊരു ഹഡിൽ കൂടി ബ്രേക്ക് ചെയ്യുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിനാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഇനി സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് നോക്കുമ്പോൾ ഒട്ടുമിക്ക സൂചികകളെല്ലാം മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അതിലെ കീ ഹൈലൈറ്റ് PSU ബാങ്ക് ആണ്. 2.87% ടെക്നിക്കലി സ്ട്രോങ് പാറ്റേൺ ആയ മോർണിംഗ് സ്റ്റാർ പാറ്റേണിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 7,246 എന്നത് ഒരു പ്രോപ്പർ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിന്നാണ് റീസെന്റ് 29th സെപ്റ്റംബറിൽ ഒരു പ്രോപ്പർ റീടെസ്റ്റ് സ്കാനിൽ ഫോം ചെയ്തത്. അതിനുശേഷം കണ്ടിന്യൂസ് അപ്സൈഡ് റാലി ആയിരുന്നു ഈ ഒരു മേഖലയിലും. ഈ മേഖലയിലെ ഒട്ടുമിക്ക സ്റ്റോക്സിലെല്ലാം ഒരു മൊമെന്റം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും തന്നെ ഒരു ഫോളോ ത്രൂ റാലിയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2.87% കുതിപ്പാണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു മുന്നേറ്റം നടത്തിയ മേഖലയാണ് മീഡിയ. ഏകദേശം 0.87% മുന്നേറ്റമാണെങ്കിൽ പോലും ഒരു ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം 1606 അതുപോലെ 1675 ഇവയെല്ലാം ഒരു ഹഡിൽസ് ആണ്. അതൊരു ഹൈ റിജക്ഷൻ സോണായി ഈ മേഖലയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹഡിൽസ് മറികടന്നാൽ മാത്രമേ ടെക്നിക്കലി സ്ട്രോങ് ആവൂ എന്നതാണ് എക്സ്പെർട്സ് ഒപ്പീനിയൻ. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് സഫാനാണ് വിശദാംശങ്ങൾ നൽകിയത്. വർഷാവസാനത്തോടെ RBI പലിശ നിരക്ക് കുറച്ചേക്കും. GST പരിഷ്കാരങ്ങൾ വായ്പാ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. സാമ്പത്തിക ഏകീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അടുത്തിടെയാണ് GST പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ഇതിനു പിന്നാലെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാൻ കേന്ദ്ര ബാങ്ക് വർഷാവസാനത്തോടെ പലിശ നിരക്കും കുറയ്ക്കുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ട് പറയുന്നത്. സാമ്പത്തിക മേഖലയിലെ ഈ മാറ്റങ്ങൾ ക്രെഡിറ്റ് ഡിമാൻഡിൽ വർധന വരുത്തുമെന്ന നിലപാടാണ് ഗോൾഡ്മാൻ സാക്സിന്റേത്. ബാഹ്യ പ്രതിസന്ധികൾ ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യൻ IT സേവനങ്ങളെ ബാധിക്കുന്ന H-1B വിസകൾക്കുള്ള US ഇമിഗ്രേഷൻ ചെലവുകൾ വർദ്ധിപ്പിച്ചതും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള US താരിഫ് ഉയർത്തിയതും ഇതിൽ ഉൾപ്പെടുന്നു. ഇത് സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വങ്ങൾ സൃഷ്ടിക്കുകയും ക്രെഡിറ്റ് ഡിമാൻഡ് കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ മികച്ച മൺസൂണും GST നിരക്കിലെ പുതിയ ഇളവുകളും നടപ്പു സാമ്പത്തിക വർഷത്തെ വളർച്ചാ പ്രവചനങ്ങൾ പരിഷ്കരിക്കാൻ RBIയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. പുതിയ വായ്പകൾ വർദ്ധിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെങ്കിലും നിലവിലെ അനുകൂല ഘടകങ്ങൾ നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മ്യൂച്വൽ ഫണ്ടുകളുടെ IPO നിക്ഷേപത്തിൽ വർധന. ഈ വർഷം മ്യൂച്വൽ ഫണ്ടുകൾ 23,000 കോടി രൂപയാണ് IPOകളിൽ നിക്ഷേപിച്ചത്.
2025 ഇതുവരെ മ്യൂച്വൽ ഫണ്ടുകൾ ഏകദേശം 22,750 കോടി രൂപയാണ് IPOകളിൽ നിക്ഷേപിച്ചത്. ഈ വർഷം പ്രാഥമിക വിപണിയിൽ നിന്നും സമാഹരിച്ച മൊത്തം 1.22 ലക്ഷം കോടി രൂപയുടെ ഏകദേശം 19%. പ്രധാനമായും വലിയ IPOകളിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ താൽപര്യം കാണിച്ചിട്ടുള്ളത്. ജനുവരി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള കാലയളവിൽ ഫണ്ട് ഹൗസുകൾ ആങ്കർ നിക്ഷേപങ്ങളിലൂടെ 15,158 കോടി രൂപയും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർ വിഭാഗത്തിൽ 7,590 കോടി രൂപയാണ് IPO വിപണിയിലെത്തിച്ചത്. പ്രതിമാസം ശരാശരി 20,000 കോടി രൂപയിൽ കൂടുതലുള്ള SIPകളിലേക്കുള്ള ഫണ്ടൊഴുക്കും വിവിധ ഫണ്ടുകളിലേക്കുള്ള മൊത്തത്തിലുള്ള പണലഭ്യതയും വിദേശ നിക്ഷേപകരുടെ മികച്ച നിക്ഷേപവും മ്യൂച്വൽ ഫണ്ടുകൾക്ക് വലിയ IPOകളിൽ പങ്കെടുക്കുന്നതിനുള്ള പണലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ടാറ്റ ക്യാപിറ്റൽ, HDB ഫിനാൻഷ്യൽ സർവീസസ്, LG ഇലക്ട്രോണിക്സ് ഇന്ത്യ, ഒക്സോവയർ ടെക്നോളജീസ്, ആദർ എനർജി എന്നിവയുടെ IPOകളാണ് ഈ വർഷത്തെ 5 പ്രധാന IPOകൾ. ഇവ മൊത്തം വരുമാനത്തിന്റെ 42% സംഭാവന ചെയ്യുകയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ ഏകദേശം 44% സാംശീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ ധനകാര്യ ബാങ്കിംഗ് മേഖലയിൽ 50,000 കോടിയുടെ വിദേശ നിക്ഷേപം വരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള ആഗോള ആത്മവിശ്വാസം വർദ്ധിച്ചെന്ന് പീയൂഷ് ഗോയൽ. രാജ്യത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ അടുത്തയിടെയുണ്ടായ വർധന ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള ആത്മവിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഇന്ത്യയുടെ ധനകാര്യ ബാങ്കിംഗ് മേഖലയിൽ 50,000 കോടിയിലധികം രൂപ നിക്ഷേപിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ഭാരതം നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ ഇടമായി മാറിയെന്ന് ഗോയൽ സൂചിപ്പിച്ചു. പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ പോലും ഇന്ത്യ ഒരു നിക്ഷേപ കേന്ദ്രമായി ഉയർന്നു വരികയാണെന്നും രാജ്യത്ത് വിദേശ നിക്ഷേപം ഒഴുകുന്നത് തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സാമ്പത്തിക ബാങ്കിംഗ് ആവാസ വ്യവസ്ഥയ്ക്ക് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനുള്ള സർക്കാരിന്റെ സ്ഥിരമായ പ്രയത്നങ്ങളാണ് ഈ നിക്ഷേപത്തിന് കാരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദേശ നിക്ഷേപത്തിലെ ഈ കുതിച്ചുചാട്ടം 2047 വികസിത് ഭാരത് എന്ന ദർശനം കൈവരിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗോയലിന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ നയസ്ഥിരത, പരിഷ്കരണാധിഷ്ഠിത ഭരണം, ശക്തമായ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആഗോള നിക്ഷേപകർക്ക് ഏറ്റവും ആകർഷകമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റുന്നു. ഈ അനിശ്ചിതത്വങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും കയറ്റുമതി മൊത്തത്തിൽ 7% വളർച്ച കൈവരിച്ചു. ഒക്ടോബർ 15 പുറത്തിറക്കിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതി 6.75% വർദ്ധിച്ച് $36.38 ബില്യൺ ഡോളറിലെത്തി. വ്യാപാര ഇറക്കുമതി 16.7% വർദ്ധിച്ച് $68.53 ബില്യൺ ഡോളറായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ചകൾ ദീർഘകാല നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്ത്യ അവസരങ്ങളുടെ രാജ്യമാണെന്നും യൂറോപ്യൻ ഇൻവെസ്റ്റ് ബാങ്ക്. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകളും ആഴത്തിലുള്ള സാമ്പത്തിക പങ്കാളിത്തത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമവും സ്ഥിരമായ പുരോഗതിയുടെ സൂചനകളാണെന്ന് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ദക്ഷിണേഷ്യയിലെ നിലവിലെ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ശ്രദ്ധേയമായ പ്രതിരോധശേഷിയുടെയും അവസരങ്ങളുടെയും രാജ്യമായി ഇന്ത്യ വേറിട്ടു നിൽക്കുന്നുവെന്ന് ഇന്ത്യ സന്ദർശന വേളയിൽ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് വൈസ് പ്രസിഡന്റ് നിക്കോള ബീർ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ജല അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നത് മുതൽ നാഗ്പൂരിലെയും പൂനെയിലെയും മെട്രോ സംവിധാനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള പദ്ധതികൾ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ പിന്തുണയോടെയാണ് നടപ്പാക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ കാലാവസ്ഥാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 5.6 ബില്യൺ യൂറോ ഇന്ത്യയ്ക്ക് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് നൽകിയിരുന്നു. ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും മുൻഗണനകളുമായി യോജിക്കുന്ന മേഖലകളിൽ ഇന്ത്യ വളരെ ആകർഷകമായ ലക്ഷ്യസ്ഥാനമായി തുടരുന്നുവെന്ന് നിക്കോള ബീർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമുഖ ബാങ്കുകളിലൊന്നായ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള അർബൻ മൊബിലിറ്റി പദ്ധതികളിൽ ഇന്ത്യയെ ഏറ്റവും വലിയ പങ്കാളികളാക്കി. ആഗ്ര, ബംഗളൂരു, പൂനെ, നാഗ്പൂർ, ലക്നൌ, ഭോപ്പാൽ, കാൺപൂർ തുടങ്ങിയ നഗരങ്ങളിലെ മെട്രോ നെറ്റ്വർക്കുകൾക്കായി ഇതുവരെ 3.6 ബില്യൺ യൂറോയുടെ വായ്പകൾ ഒപ്പുവെച്ചു. ഊർജ്ജ പരിവർത്തനം മറ്റൊരു പ്രധാന മേഖലയാണ്, പ്രത്യേകിച്ച് പുനരുപയോഗം, ഊർജ്ജ കാര്യക്ഷമത, ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയെന്ന് ബീർ പറഞ്ഞു. ഈ മേഖലകൾ ഇന്ത്യയുടെ വികസന ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുക മാത്രമല്ല, ഇന്ത്യയ്ക്കും യൂറോപ്യൻ യൂണിയനുമിടയിൽ സാങ്കേതിക വിദ്യയ്ക്കും നിക്ഷേപ പ്രവാഹത്തിനും അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശക്തി നിക്കോള ബീർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ചില നിയന്ത്രണ നടപടിക്രമങ്ങൾ തടസ്സങ്ങൾ വലിയ യൂറോപ്യൻ നിക്ഷേപത്തെ പിന്നോട്ടടിക്കുന്നത് തുടരുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,980 രൂപയും പവന് 95,840 രൂപയുമായി.
18 ക്യാരറ്റ് സ്വർണ്ണ വിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 9,855 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയിലും ഇടിവ് രേഖപ്പെടുത്തി ഗ്രാമിന് 14 രൂപ കുറഞ്ഞ് 180 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷാവസാനത്തോടെ RBI പലിശ നിരക്ക് കുറച്ചേക്കും. GST പരിഷ്കാരങ്ങൾ വായ്പാ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. മ്യൂച്വൽ ഫണ്ടുകളുടെ IPO നിക്ഷേപത്തിൽ വർധന. ഈ വർഷം മ്യൂച്വൽ ഫണ്ടുകൾ 23,000 കോടി രൂപയാണ് IPOകളിൽ നിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ധനകാര്യ ബാങ്കിംഗ് മേഖലയിൽ 50,000 കോടിയുടെ വിദേശ നിക്ഷേപം വരുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള ആഗോള ആത്മവിശ്വാസം വർദ്ധിച്ചെന്ന് പീയൂഷ് ഗോയൽ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യക്കുള്ള തീരുവ ഇനിയും ഉയർത്തുമെന്ന് ട്രംപ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ലെന്ന് മോദി ഉറപ്പു നൽകിയെന്നും വാദം. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ചർച്ചകൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്ത്യ അവസരങ്ങളുടെ രാജ്യമാണെന്നും യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.